അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസേയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അപ്പോസ്തലന്മാരെ കുറച്ച് സമയത്തേക്ക് പുറത്ത് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. അനന്തരം അവൻ പറഞ്ഞു, ഇസ്രായേൽ ജനങ്ങളെ, ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതിന് സൂക്ഷിച്ചു വേണം. കുറേ നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെവുദാസ് രംഗപ്രവേശനം ചെയ്തു. ഏകദേശം 400 പേർ അവൻ്റെ കൂടെ ചേർന്നു. എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു. അനന്തരം കാനേഷുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി. അവനും നശിച്ചുപോയി. അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മാത്രമല്ല, ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു. അവർ അപ്പോസ്തലന്മാരെ അകത്ത് വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ചു. അവരെ വിട്ടയച്ചു. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. എല്ലാ ദിവസവും ദൈവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എൻ്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എൻ്റെ ജീവിതത്തിന് കോട്ടയാണ്. ഞാൻ ആരെ പേടിക്കണം? എല്ലാവരും ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിൻ്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ ആലയത്തിൽ അവിടുത്തെ ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ. എല്ലാവരും ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിൻ്റെ നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ. ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. എല്ലാവരും
ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവിന്റെ ആലയത്തിൽ വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.